ദക്ഷിണ യുദ്ധം എന്ന് കേൾവി കേട്ട ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഈ മാസം 9-ന് നടക്കാനിരിക്കുകയാണ്. രണ്ട് ദക്ഷിണേന്ത്യക്കാർ തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ നേടിയ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യവുമായി NDA സഖ്യം നീക്കങ്ങൾ ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ച് CP രാധാകൃഷ്ണനെ NDA സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് മുന്നണിക്ക് പുറത്തുനിന്നടക്കം പിന്തുണ ഉറപ്പിക്കാൻ NDAയും BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. വിജയം ഏറെ അകലെയെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തി പോരാട്ടത്തിൽ സ്വന്തം നിലപാട് പ്രഖ്യാപിച്ചത് ഇതൊരു ആശയ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയത്തിനപ്പുറം സ്വന്തം ആശയവും നിലപാടും ഉയർത്തിപ്പിടിക്കുക എന്നതാണ് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യമിട്ടത്. താരതമ്യേന വിജയം അനായാസമായിരുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDAക്ക് നെഞ്ചെടുപ്പ് കൂടിയത് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡിയെ പ്രഖ്യാപിച്ചത് മുതലായിരുന്നു. തമിഴ്നാട്ടുകാരനെ സ്ഥാനാർത്ഥിയാക്കി തമിഴിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൂടി കടന്നുകയറാമെന്ന NDA മോഹത്തിന് തെലുങ്ക് കാർഡ് കൊണ്ട് ചെക്ക് വെക്കുകയായിരുന്നു ഇന്ത്യ സഖ്യം. അതുവഴി പ്രധാനമായും ഇന്ത്യ സഖ്യം ലക്ഷ്യമിട്ടതും NDAയിലെ പ്രബലരായ സഖ്യകക്ഷികളെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA MPമാർക്കായി ഒരുക്കിയിട്ടുള്ള അത്താഴ വിരുന്നിനെ രാഷ്ട്രീയമായി നോക്കിക്കാണേണ്ടത്. സെപ്റ്റംബർ 9-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 8-ന് NDA MPമാർക്കായി അത്താഴ വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ് മോദി. അത്താഴ വിരുന്നിലേക്ക് MPമാരെ പ്രത്യേകം ക്ഷണിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അഭിമാന പോരാട്ടമായ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യകക്ഷികളുമായി ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കമായി വേണം അത്താഴ വിരുന്നിനെ കാണാൻ. തന്ത്രപരമായ ചർച്ചകൾക്കും സഖ്യകക്ഷികൾക്കിടയിൽ സമവായം ശക്തമാക്കുന്നതിലുമായിരിക്കും അത്താഴ വിരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് വിവരം. ഒരു മുതിർന്ന NDA നേതാവിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഇത്തരം കൂടിച്ചേരലുകൾ സഖ്യകക്ഷികൾക്കിടയിലെ ബന്ധം പരിപോഷിപ്പിക്കുകയും ദൃഢമാക്കുകയും ചെയ്യുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്കായുള്ള പിന്തുണ ഉറപ്പാക്കാനും ഒപ്പം സഖ്യകക്ഷികൾക്കിടയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കാനും അത്താഴ വിരുന്ന് സഹായിക്കുമെന്ന് NDA സഖ്യം വിലയിരുത്തുന്നു. ഇതിലൂടെ പ്രധാനമായും മോദിയും NDAയും ലക്ഷ്യമിടുന്നത് തെലുങ്കനായ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയിലേക്ക് NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രബല കക്ഷികളുടെ താല്പര്യം ചെന്നെത്തിക്കുകയോ അത് ഇന്ത്യ മുന്നണിക്ക് വോട്ടായി മാറുകയോ ചെയ്യരുത് എന്നാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെയാണ് NDA സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് തന്നെ എല്ലാ NDA MPമാരും വോട്ട് ചെയ്യുമെന്ന് അത്താഴ വിരുന്നിൽ ഒന്നുകൂടി ഉറപ്പാക്കും. ഇവിടെയാണ് സ്ഥാനാർത്ഥിയായി ഇന്ത്യ സഖ്യം തെലുങ്ക് കാർഡ് ഇറക്കിയതിന്റെ രാഷ്ട്രീയ നീക്കം കാണേണ്ടത്. NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരു സുപ്രധാന കക്ഷി തെലുങ്ക് ദേശത്ത് നിന്നാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ TDP. തെലുങ്ക് അതിവൈകാരികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന TDPയുടെയും അതോടൊപ്പം YSR കോൺഗ്രസിന്റെയും വോട്ടുകൾ ഉറപ്പിക്കുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ നോട്ടം. അതിനായാണ് തമിഴ് കാർഡിറക്കി NDA തമിഴ് രാഷ്ട്രീയത്തിൽ വേരോട്ടമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പകരം NDA സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇന്ത്യ സഖ്യം തെലുങ്ക് കാർഡ് ഇറക്കിയത്. തെലുങ്ക് അഭിമാനത്തിനും സ്വത്വത്തിനും വേണ്ടി നിലകൊള്ളുന്നുവെന്ന് പറയുന്ന NDAയിലെ പ്രധാന ഘടകകക്ഷിയായ TDPക്കും ചന്ദ്രബാബു നായിഡുവിനുമുള്ള ചെക്ക് വെക്കലാണ് സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം. സ്വത്വ നിലപാട് പറയുന്ന TDPയോ ചന്ദ്രബാബു നായിഡുവോ സുദർശൻ റെഡ്ഡിയെ തള്ളിപ്പറഞ്ഞാൽ അത് അവർ ഉയർത്തിപ്പിടിക്കുന്ന സ്വത്വ രാഷ്ട്രീയത്തെ തള്ളിപ്പറയലാകും. മറിച്ചായാൽ മുന്നണി മര്യാദകളുടെ ലംഘനവും. ഈ ആശയക്കുഴപ്പം NDAയിൽ രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യമിട്ടത്. NDAയിലും ഇന്ത്യ സഖ്യത്തിലും നിലയുറപ്പിക്കാത്ത ആന്ധ്രയിലെ പ്രതിപക്ഷ പാർട്ടിയായ YSR കോൺഗ്രസ് തുടക്കത്തിൽ CP രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സ്വന്തം നാട്ടുകാരൻ കൂടിയായ മുൻ ജഡ്ജിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് കണ്ടറിയണം. ഈ അവസരത്തിലാണ് അത്താഴ വിരുന്നൊരുക്കുന്ന മോദിയുടെ നയതന്ത്ര രാഷ്ട്രീയം എന്ത് ലക്ഷ്യമിട്ടാണ് എന്ന് വിലയിരുത്തേണ്ടത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ 50%-ലേറെ വോട്ട് സ്ഥാനാർത്ഥി നേടേണ്ടതുണ്ട്. ജനസംഖ്യാപരമായ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് വോട്ടെടുപ്പ് നടക്കുക. വിപ്പ് ബാധകമല്ലാത്ത തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ ഏതംഗത്തിനും ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ സ്വത്വ രാഷ്ട്രീയത്തിന് പ്രാമുഖ്യം നൽകുന്ന തെലുങ്ക് പാർട്ടികൾ നാട്ടുകാരന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് NDAക്ക് തിരിച്ചടിയാകും. അത്തരത്തിലൊരു നീക്കം ഒഴിവാക്കുന്നതിനാണ് മോദി MPമാർക്കായി അത്താഴ വിരുന്ന് ഒരുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മഹാരാഷ്ട്ര ഗവർണർ കൂടിയായ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. 2 തവണ കോയമ്പത്തൂരിനെ പ്രതിനിധീകരിച്ച് MPയുമായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി ഝാർഖണ്ഡ്, തെലങ്കാന സംസ്ഥാനങ്ങളുടെ ഗവർണറായും
പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായും സേവനമനുഷ്ഠിച്ചു. RSSലൂടെ വളർന്നു വന്ന രാധാകൃഷ്ണനെ രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണയ്ക്കണമെന്ന് BJP പ്രതിപക്ഷത്തോടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒറ്റ സ്ഥാനാർത്ഥി എന്നതാണ് NDA ഇതിലൂടെ ലക്ഷ്യമിട്ടത്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെച്ച ഇന്ത്യ സഖ്യത്തിന്റെ എതിർ സ്ഥാനാർത്ഥി. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലക്കാരനായ B. സുദർശൻ റെഡ്ഡി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ റിട്ട് സിവിൽ വിഷയങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറായും കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഉസ്മാനിയ സർവകലാശാലയുടെ ലീഗൽ അഡ്വൈസറും സ്റ്റാൻഡിംഗ് കൗൺസിലുമായിരുന്നു. 1995 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായും 2005 ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായും നിയമിതനായി. 2007 സുപ്രീം കോടതി ജഡ്ജിയായ റെഡ്ഡി 2011 വിരമിക്കുന്നത്.